നമസ്കാരം. അങ്ങനെ വേൾഡ് കപ്പ് അവസാനിച്ചിട്ട് ഏകദേശം ഒരാഴ്ച തികയുന്നു. സ്പെയിൻ ബിക്കെയിം ദ വേൾഡ് ചാമ്പ്യൻസ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് അർജന്റീന. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്പെയിൻ ആർ ദ ഡിസേർവിംഗ് ചാമ്പ്യൻസ്. ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈവൻ ദോ അർജന്റീന അവരുടെ മികച്ച കളി പുറത്തെടുത്തിരുന്നുവെങ്കിൽ പോലും ചിലപ്പോൾ ഈ സ്പെയിനെ തോൽപ്പിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. കാരണം വെച്ചാൽ സ്പെയിൻ അത്രയ്ക്കും ഡോമിനന്റ് ആണ് ആൻഡ് ദേ ആർ ഡെഫിനറ്റ്ലി ദ ഡിസേർവിംഗ് ചാമ്പ്യൻസ്. അങ്ങനെ ഈ ഇത്രയും ഒരാഴ്ച ഈ ഒരു സമയത്തിൽ ഞാൻ ആ ഒരു കാര്യത്തോട് പൊരുത്തപ്പെട്ടു. ബിക്കോസ് എനിക്ക് വിഷമമുണ്ടായിരുന്നു അർജന്റീന തോറ്റതിൽ. ആൻഡ് അർജന്റീന തോറ്റതിൽ അപ്പുറത്തേക്ക് എനിക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ വൈ ദേ ഡി നോട്ട് പ്ലേ അക്കോർഡിംഗ് ടു ദെയർ സ്ട്രെങ്ത്. അവർക്ക് ഉള്ള സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്ത് എന്തുകൊണ്ട് കളിച്ചില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, മേ ബി ദിസ് വാസ് റിഗ്ഡ്. അതിനകത്തുള്ള പല ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് പല ആൾക്കാരും നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നു. ആൻഡ് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് ആ വീഡിയോ കൂടെ കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരാഴ്ചക്കാലം മെയിനായിട്ട് എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബൌട്ട് ദ ടു ഇൻഡിവിജ്വൽ അവാർഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡൻ ബോൾ, ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ. പിന്നെ അതിനുശേഷം ഗോൾഡൻ ബൂട്ട്, ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന പ്ലെയറിനുള്ള ആ ഒരു അവാർഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. ഗെയിം കഴിഞ്ഞിട്ട്, ഫൈനൽ കഴിഞ്ഞിട്ട് റോഡ്രിക്ക് ഒരു അവാർഡ് കൊടുത്തു, മെയിൻ പ്ലെയറിനായിട്ടുള്ള അവാർഡ് കൊടുത്തു. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ലൈക്ക് അതുമായിട്ട് ഓക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല. ബിക്കോസ് ദേ ഹാഡ് എ ഗുഡ് ഗെയിം. ഫൈനലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നീട് ഞാൻ അങ്ങോട്ടിരുന്ന് ചിന്തിച്ച് വന്ന സമയത്ത് എന്നെ ലൈക്ക് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമാണ്. ബിക്കോസ് ഒരു പ്ലെയർ ഈ ഗോൾഡൻ ബോൾ കിട്ടുകയെന്ന് വെച്ചാൽ like he needs to be like that impactful. റോഡ്രി ഡെഫിനറ്റ്ലി ഇമ്പാക്ട്ഫുൾ പ്ലെയർ തന്നെയാണ്. ഇപ്പം ടീമിന്റെ കാര്യത്തിൽ, അതായത് ഡിഫൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ ഫോർവേഡിലേക്ക് കളി കൊണ്ടുപോകാനായിട്ട് ബാക്ക് ചെയ്യുന്നിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ അവാർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ ഗോൾ അടിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് കൊടുക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ്. അപ്പോൾ റോഡ്രി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഡിറക്റ്റ്, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ, ഞാൻ ഈ പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ വേർഡ് ശ്രദ്ധിക്കണം. ഇൻഡിവിജ്വൽ, പേഴ്സൺ ഹൂ ക്രിയേറ്റ്സ് മോർ ഇമ്പാക്ട് ഇൻഡിവിജ്വലി ഫോർ ദ ഗെയിം. ഈ ഒരു പർട്ടിക്കുലർ ഗെയിമിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ വേൾഡ് കപ്പിലുടനീളം 5 കളികളിലാണ് മെസ്സി മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കളിയിൽ ഗോൾ അടിക്കുന്നു, അസിസ്റ്റ് ചെയ്യുന്നു, ആ കളിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ്, ഇൻഡിവിജ്വൽ പോയിന്റ്സ് സ്കോർ ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്കാണ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മെസ്സി 5 കളിയിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് കിട്ടി ആൻഡ് ഹി വൺ മാൻ ഓഫ് ദ മാച്ച്. ആ കളി അർജന്റീന ജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത പ്ലെയർ എന്നുള്ള രീതിയിൽ മെസ്സിക്ക് 5 മാൻ ഓഫ് ദ മാച്ച് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് റോഡ്രി ഒരേ ഒരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് മാത്രമാണ് ഈ വേൾഡ് കപ്പിൽ ഉടനീളം കിട്ടിയിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ 5 മാൻ ഓഫ് ദ മാച്ച് കളികളിൽ അർജന്റീന ജയിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിക്കാണോ കൂടുതൽ വെയിറ്റേജ്, അല്ലെങ്കിൽ ഒരു കളി മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയറിനാണോ കൂടുതൽ വെയിറ്റേജ്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി മെസ്സി കംസ് ദർ. സോ ഈ മാൻ ഓഫ് ദി മാച്ചിന്റെ കാര്യം നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്. നമുക്ക് ക്രിക്കറ്റ് എടുത്ത് നോക്കാം. ഒരു വേൾഡ് കപ്പ് നടക്കുന്നു, അതിൻ്റെ അകത്ത് ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു 5 സെഞ്ചുറി, ഓക്കെ, ഒരു 10 ഗെയിംസിലോ അല്ലെങ്കിൽ 12 ഗെയിംസിലുള്ള ഒരു വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ അകത്ത് 5 സെഞ്ചുറി നേടുന്നു, പിന്നെ ഉടനീളം ഒരു 8 വിക്കറ്റും കൂടെ നേടി. സോ ഓവറോൾ എന്താ പറയുക, ഓൾറൗണ്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഒരു 5 സെഞ്ചുറി പിന്നെ ഒരു 8 വിക്കറ്റ്. ഇപ്പുറത്ത് വേറൊരു പ്ലെയർ, ഓക്കെ, ആ പ്ലെയർ എന്ന് വെച്ചാൽ കുറച്ച് വിക്കറ്റ് നേടി, ഒരു 8 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ മെയ്ഡൻ ഓവേഴ്സ് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെയിറ്റേജ് നോക്കുമ്പോൾ, ഒരു മാൻ ഓഫ് ദ സീരീസിന് വെയിറ്റേജ് നോക്കുമ്പോൾ നിങ്ങൾ മാൻ ഓഫ് ദ സീരീസ് കൊടുക്കുന്നത് ഈ 5 സെഞ്ചുറിയും 8 വിക്കറ്റ് നേടിയിട്ടുള്ള ഒരു പ്ലെയറിനാണോ, അതോ ഒരു 7 വിക്കറ്റ് അല്ലെങ്കിൽ 8 വിക്കറ്റ് നേടിയിട്ടുള്ള ഒരു പ്ലെയറും അല്ലെങ്കിൽ കൂടുതൽ മെയ്ഡൻ ഓവേഴ്സ് നേടിയിട്ടുള്ള ഒരു പ്ലെയറിനായിരിക്കും? ഡെഫിനറ്റ്ലി ഈ മെയ്ഡൻ ഓവേഴ്സ് നേടിയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹി മൈറ്റ് ബി ഇമ്പാക്ട്ഫുൾ. ചില മെയ്ഡൻ ഓവേഴ്സ് ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ നേടിയത് കൊണ്ടായിരിക്കും ടീം ജയിച്ചതും ഒക്കെ. പക്ഷേ വെൻ യു കൺസിഡർ ഫോർ എ മാൻ ഓഫ് ദ സീരീസ്, മൊത്തത്തിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾസും അസിസ്റ്റും നേടിയതുപോലെ ഇവിടെ കൂടുതൽ സെഞ്ചുറി നേടിയതും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ഒരു ഓവറോൾ പെർഫോമൻസിന് കൊടുക്കുമോ, അതോ വിക്കറ്റും മെയ്ഡനും മാത്രം നേടിയിട്ടുള്ള ഒരു പ്ലെയറിന് കൊടുക്കുമോ? സോ അത് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. റോഡ്രിയുള്ള ഡിഫൻസ് മിഡ്ഫീൽഡർ, ഹി ഈസ് എ സപ്പോർട്ട് പ്ലെയർ. അതായത് ഡിഫൻസ്, ബാക്കിലുള്ള ഡിഫൻസ് ലൈന് സപ്പോർട്ട് കൊടുക്കുക, അവർക്കൊരു ഷീൽഡായിട്ട് മുമ്പിൽ നിന്നിട്ട് അറ്റാക്കുകൾ തടയുക, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നുള്ള ലെവലിൽ തടയുക എന്നാണ് നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ഇവിടുന്ന് കറക്റ്റ് മിഡ്ഫീൽഡേഴ്സ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിന് ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ വൈഡ് പ്ലെയേഴ്സിന് ബോൾ കൊടുത്ത് അവിടുന്ന് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഡിഫൻസ് മിഡ്ഫീൽഡർ. അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് ഹി ഇസ് ജസ്റ്റ്
ഹാവിങ് എ ഇൻഡയറക്റ്റ് ഇമ്പാക്ട്. അവിടെ കൊടുത്തു പോകുന്നേ ഉള്ളൂ. പിന്നീട് അത് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം അവിടെയാണ്. അവർ അത് അസിസ്റ്റ് കൊടുക്കണം. അസിസ്റ്റ് കൊടുത്തിട്ട് ആ ഫൈനൽ ഗോൾ അടിക്കുന്ന പ്ലെയർ ഫോർവേഡോ ആരെന്ന് വെച്ചാൽ ഗോൾ അടിച്ച് നേടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് നടക്കുന്ന കാര്യമാണ്. സോ ഹിയർ അത് നോക്കുമ്പോൾ ഹീസ് ജസ്റ്റ് പ്ലെയർ ഇൻ ദ മിഡിൽ ഹൂ ഇസ് ലൈക്ക് എന്താ പറയുക, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ ഡയറക്റ്റ് ഇമ്പാക്ട് അവിടെ വരുന്നില്ല. പക്ഷേ എല്ലാത്തിനും ഒരു തുടക്കം എന്നുള്ള കാര്യം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. സോ പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ബിക്കോസ് ഓഫ് റോഡ്രി അതുകൊണ്ട് മാത്രമാണ് സ്പെയിൻ ജസ്റ്റ് ഒരു ഗോൾ മാത്രം വഴങ്ങിയിരിക്കുന്നത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ബിക്കോസ് ഡെഫിനറ്റ്ലി റോഡ്രി അവിടെ ഉണ്ടായിരുന്നു പല ബോൾ തടയാനും ഒക്കെ ആയിട്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഫേസ്ഡ് ഏകദേശം 11 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾ മാത്രം വഴങ്ങി. ആൻഡ് ക്ലീൻ ഷീറ്റ്സ് നോക്കുമ്പോൾ 7 ഔട്ട് ഓഫ് 8 മാച്ചസ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ആ ഗോൾ കീപ്പറിനല്ലേ മെയിനായിട്ട് അവിടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കൊടുക്കേണ്ടത്. ഗോൾഡൻ ഗ്ലൗ ഡെഫിനറ്റ്ലി ഫോർ ദ ഗോൾ കീപ്പിംഗ് പെർഫോമൻസ്. പക്ഷേ ഇത്രയും അധികം പെർഫോമൻസ് ഒരു ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യത്താൽ ഡെഫിനറ്റ്ലി ഉനായ് സിമോണ് ആ ഒരു അവാർഡും കൂടെ കൊടുക്കേണ്ട കാര്യമല്ലേ. ബിക്കോസ് ഗോൾ അനുവദിച്ചിട്ടില്ല, ഒറ്റൊരു ഗോൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. സോ ഹി ഷുഡ് ബി അവാർഡഡ് ബോത്ത് ദ ഗോൾഡൻ ഗ്ലൗ ആൻഡ് ദ ബെസ്റ്റ് പ്ലെയർ അവാർഡ്. അപ്പോൾ റോഡ്രി അവിടെ ഉണ്ട് എന്നത് കൊണ്ട് മാത്രമല്ല അവർ ജയിച്ചതൊക്കെ, ആ ഗോൾ കീപ്പറിന്റെ പെർഫോമൻസും കൊണ്ടിട്ട് ആണ് അവർ ജയിച്ചത്. ജസ്റ്റ് 11 ഗോൾസ് ടാർഗറ്റിൽ ഫേസ് ചെയ്തിട്ടുണ്ട്, പലതും സേവ് ചെയ്ത് വിട്ടു, ഒറ്റ ഗോൾ മാത്രം വഴങ്ങി. സോ അങ്ങനെ നോക്കുമ്പോൾ ഹി ഷുഡ് ബി ദ വൺ ഹൂ ഇസ് വിന്നിംഗ് ദ ഗോൾഡൻ ബോൾ. പിന്നെ മറ്റൊരു സ്റ്റാറ്റ് നമുക്ക് ഇവിടെ നോക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാസിംഗ്. ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിരുന്ന കാര്യം വെച്ചാൽ റോഡ്രി ആണ് ഏറ്റവും കൂടുതൽ പാസ് നടത്തിയത് എന്നൊക്കെയാണ്. സോ നമുക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കാം. ഓക്കെ, നമ്പർ 1 റോഡ്രി, 747 passes and accuracy 93%. Second, Pau Cubarsí, Spain, 668 and 97%. Third എന്ന് പറഞ്ഞാൽ Aymeric Laporte, Spain, 618 and 94%. അപ്പോൾ ടോപ്പ് 3 പാസിംഗ് നടക്കുന്നത് സ്പെയിൻ പ്ലെയേഴ്സ് തമ്മിലാണ്. 2 സെന്റർ ബാക്സും അതിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന റോഡ്രിയും കൂടെ ചേർന്നിട്ടാണ് ഏറ്റവും കൂടുതൽ പാസ് നടത്തുന്നത്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇതിൻ്റെ അകത്ത് റോഡ്രി ഏറ്റവും കൂടുതൽ പാസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർ തമ്മിലാണ് ചെയ്തിട്ടുള്ളത്, ഈ 3 സ്പെയിൻ പ്ലേയേഴ്സ് തമ്മിലാണ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ റോഡ്രിയുടെ പാസുകൾ കൂടുതൽ പോയിരിക്കുന്നത് സൈഡ് വേസ് ആൻഡ് ബാക്ക് വേസ് ആണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ പാസിംഗിന്റെ കൺസിഡറേഷൻ മാത്രം നോക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ അവാർഡ് കൊടുക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഈ സ്റ്റാറ്റ് തെളിയിക്കുന്നത്. ടോട്ടൽ ഇന്റർസെപ്ഷൻസ് ഒരു ഡിഫൻസ് മിഡ്ഫീൽഡറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സ്റ്റാറ്റ് ആണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ടോപ്പ് 3 പ്ലേയേഴ്സ് നമുക്ക് നോക്കാം. റോഡ്രി 21, എൻസോ ഫെർണാണ്ടസ് 21, ഇവർ രണ്ടുപേരും ടൈഡപ്പ് ആണ്. ആൻഡ് എയ്മറിക് ലപ്പോർട്ട് സ്പെയിനിന്റെ 12. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ റോഡ്രി ഉണ്ട്, ബട്ട് ടൈഡ് അപ്പ് വിത്ത് എൻസോ ഫെർണാണ്ടസ്. മെസ്സിക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ അവാർഡ് കൊടുക്കാതിരുന്നത് ഒരു തെറ്റായി പോയിട്ടുള്ള തീരുമാനം എന്നാണ് പ്രമുഖ പ്ലെയേഴ്സും കോച്ചസ് ഒക്കെ പറയുന്നത്. ഇപ്പം യുർഗൻ ക്ലോപ്പിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കഫു, ബ്രസീലിന്റെ വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ, പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ലൈക്ക് ഇറ്റ് ഷുഡ് ഹാവ് ബിൻ ഗോൺ ടു മെസ്സി. പിന്നെ അതിനുശേഷം ലൂക്ക മോഡ്രിച്ച് പറഞ്ഞിരിക്കുന്നത് സെയിം ഇത് തന്നെയാണ്. ഇബ്രാഹിമോവിച്ച്, ഇതേപോലത്തുള്ള കുറേ ആൾക്കാർ ഇതാണ് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് മെസ്സി ആക്ച്വലി ഡിസേർവ് ടു വിൻ ദ ട്രോഫി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പല ആൾക്കാരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഓക്കെ ഫൈനലിൽ ജയിച്ചിട്ടില്ല, അപ്പം ജയിച്ച ഒരു ടീമിലെ പ്ലെയറിനാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ബട്ട് നോ, അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ 2018 നമ്മുടെ സെയിം ലൂക്ക മോഡ്രിച്ച് ക്രൊയേഷ്യൻ ടീമിനെ ഫൈനലിൽ എത്തിച്ചു. ആൻഡ് ഹി ഹാഡ് എ വണ്ടർഫുൾ ടൂർണമെന്റ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് ഗോൾസും പിന്നെ അസിസ്റ്റും ഒക്കെ നേടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ടീമിനെ ഫൈനലിൽ എത്തിച്ചത്. അപ്പോൾ അന്ന് തോറ്റുപോയി, ഫൈനലിൽ ഫ്രാൻസിനെതിരെ തോറ്റുപോയിട്ടും പക്ഷേ ഇത് ഈ അവാർഡ് കൊടുത്തു. അന്ന് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ വിന്നിംഗ് ടീമിൽ എംബാപ്പയാണ്, പക്ഷേ എംബാപ്പയ്ക്ക് അന്ന് കൊടുത്തിട്ടില്ല. ആൻഡ് ആ സെയിം അവാർഡ് ലൂക്ക മോഡ്രിച്ചിന് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫൈനലിൽ തോറ്റു എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു റീസണേ ആകുന്നില്ല. നമുക്ക് ഒരു സ്റ്റാറ്റ് നോക്കാം. ഓക്കെ, മെസ്സിയും റോഡ്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ വൈറ്റൽ സ്റ്റാറ്റ്സ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ആണ്. ഓക്കെ, ടോട്ടൽ ഗോൾസ് മെസ്സി 8 goals, റോഡ്രി ആണെങ്കിൽ 0 goals. ആൻഡ് അസിസ്റ്റ് മെസ്സി 4 assist, റോഡ്രി 0 assist. പിന്നെ ചാൻസസ് ക്രിയേറ്റഡ് 74 chances created compared to Rodri with just 9 chances. And big chance created 8 big chances created, and Rodri എന്ന് പറഞ്ഞാൽ just 1 big chance മാത്രമാണ് വേൾഡ് കപ്പിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഓവറോൾ മെയിൻ ആയിട്ടുള്ള സ്റ്റാറ്റ് ഫിഗേഴ്സ്, അതായത് ഒരു കളി വിജയിപ്പിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ്, അസിസ്റ്റ് ആൻഡ് ചാൻസസ് ആൻഡ് ബിഗ് ചാൻസസ്, ഇതെല്ലാമാണ് ലൈക്ക് ദ ടോപ്പ് മോസ്റ്റ് സ്ട്രീം ഓഫ് തിങ്സ്. ലൈക്ക് എല്ലാം നമ്മൾ കൺസിഡറേഷൻ എടുക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും മെസ്സിയാണ് വരുന്നത്. സോ ഈ ഒരു നിമിഷത്തിൽ ഞാൻ നമ്മളെ ഈ വീഡിയോ വാച്ച് ചെയ്യാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ലീവ് മെസ്സി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടീംസ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് കാണും, ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടാവും. നിങ്ങളുടെ സ്വന്തം ടീമിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ലൈക്ക് റൊണാൾഡോ ആകാം,
അല്ലെങ്കിൽ നെയ്മർ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പം ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ആകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, യോർ ടീം സ്പെയിനെതിരായിട്ടാണ് നിൽക്കുന്നത് ആൻഡ് യോർ ടീം റീച്ച് ദ ഫൈനൽസ് ആൻഡ് മെസ്സിക്ക് ഉള്ള ഈ സ്റ്റാറ്റ്സ് മുഴുവനും, ഓക്കെ, ഇതിനകത്ത് കുറെ പിന്നെയുണ്ട് ബാക്കിയുള്ള കാര്യം, ലൈക്ക് ടോട്ടൽ ഡ്രിബിൾസ് കംപ്ലീറ്റഡ്, പിന്നെ അങ്ങനെ അങ്ങനെ കുറേ നമ്പേഴ്സ് വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഫേവററ്റ് പ്ലെയർ ആണ് ഈ ഒരു നമ്പേഴ്സുമായിട്ട് നിൽക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് വെച്ച് പറഞ്ഞാൽ റോഡ്രി. ഇത്രയും വെയിറ്റേജിൽ നിങ്ങളുടെ പ്ലെയർ നിൽക്കുവാണ്. ഓക്കെ, റൊണാൾഡോ അല്ലെങ്കിൽ നെയ്മർ അല്ലെങ്കിൽ ഹാരി കെയ്ൻ അല്ലെങ്കിൽ ലൈക്ക് ഹൂവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പം അപ്പുറത്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ റോഡ്രി. അപ്പം നിങ്ങൾക്ക് ലൈക്ക് ആത്മാർത്ഥയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് ഗെയിം ഇമ്പാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്ത് ഇത്രയും ഇൻഡിവിജ്വൽ നമ്പേഴ്സുമായിട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തിക്കാണോ ഒരു മാൻ ഓഫ് ദ സീരീസ് അവാർഡ് കൊടുക്കുക? അല്ലാതെ ഒരു ടീമിൻ്റെ ലൈക്ക് മിഡിലിൽ കൺട്രോൾ ചെയ്തു എല്ലാത്തിനും വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു, ഓക്കെ, ഒരു സൂപ്പർവൈസർ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ ഒരു വ്യക്തിക്കായിരിക്കുമോ നിങ്ങൾ ഈ ഒരു ഇൻഡിവിജ്വൽ അവാർഡ് കൊടുക്കുക? ലൈക്ക് ജസ്റ്റ് നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് ആ ഒരു ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് എടുത്താൽ മതി. ഓക്കെ, സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ്. സ്പെയിൻ ഗെയിംസ് കൂടുതൽ വിജയിച്ചതെന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് പ്ലെയേഴ്സ് ഹു വെർ ദെയർ ഇൻ ദ ഫ്രണ്ടിലോ സൈഡ്സിലൊക്കെ നിന്നിട്ട് രണ്ട് ഫ്ലാങ്കുകളിലൊക്കെ കളിച്ച് അസിസ്റ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം എന്താ പറയുക ഗോൾസ് സ്കോർ ചെയ്തിട്ടുള്ള മറ്റ് പ്ലെയേഴ്സിനെ കൊണ്ടാണ് ആ ടീം വിജയിച്ച് മുന്നേറി വന്നത്. പക്ഷേ അർജന്റീനയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അർജന്റീന ആദ്യം മുതൽ അവസാനം വരെ, ഓക്കെ, മെസ്സി എന്നുള്ള ഒരു പ്ലെയറിന്റെ ചുമലിൽ കയറിയിട്ടാണ് ഈ ആദ്യം മുതൽ ഫൈനൽ വരെ അവർ എത്തിയിട്ടുള്ളത്. ഫൈനൽ തോറ്റുപോയെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇൻഡിവിജ്വൽ ഒരു ടീമിനെ ഫൈനൽ വരെ കൊണ്ടെത്തിക്കാനായിട്ട് ഒരു പ്ലെയർ ആണ് ഏറ്റവും കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആ ടീമിലാണെങ്കിൽ ഇപ്പോൾ റോഡ്രി ഇല്ലെങ്കിൽ പോലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സുബിമെൻഡി ആയിരുന്നു ആ ഒരു പൊസിഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദേ വുഡ് സ്റ്റിൽ മേ ബി ലൈക്ക് റീച്ചിങ് ദ ഫൈനൽസ് ആൻഡ് വിന്നിങ് ദ ടൂർണമെന്റ്. അതിലൊന്നുമില്ല, കാരണം സ്പെയിൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ടീമാണ്. റോഡ്രി ഇല്ലെങ്കിൽ വേറെ പ്ലെയർ അവിടെ ഉണ്ട് ആൻഡ് ദേ കുഡ് വിൻ. പക്ഷേ അർജന്റീന അതല്ല, മെസ്സി എന്നുള്ള പ്ലെയറിന്റെ ചുമലിൽ ഏറിയിട്ടാണ് അവർ ഇത്രയും ഇതെത്തിയത്. സോ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. ഇവിടെ എനിക്ക് തോന്നിച്ചിരുന്നാൽ ഫിഫ അവർക്ക് അർജന്റീന ലൈക്ക് ഫൈനലിൽ വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ വ്യൂവർഷിപ്പും ഇതെല്ലാം കിട്ടി. ഓക്കെ, സോ അവർ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. എത്ര ഇതുണ്ടെങ്കിലും അവർക്ക് കിട്ടേണ്ട പൈസയും വ്യൂവർഷിപ്പും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഫൈനലിൽ പ്രത്യേകിച്ച് മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു മറ്റേ അർജന്റീന സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് അപ്പം അതോടുകൂടി അവരുടെ ഇത് അവസാനിച്ചു. ഓക്കെ, ഫൈൻ, ഇത്രയെത്തി, ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് വ്യൂവർഷിപ്പ് ഒന്നും കിട്ടാനില്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫൈനലിൽ ഈ ഒരു അവാർഡും കൂടെ മെസ്സി കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ആൾക്കാർ പറഞ്ഞ് നെഗറ്റീവ് ആക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് മാത്രമാണ് അവർ അത് റോഡ്രിക്ക് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അതുകൂടെ കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ പറയാം അതാണ് മെസ്സിക്ക് കൊടുത്തു, ഓക്കെ, അത് മറ്റേത് അവർക്ക് നേടാൻ പറ്റിയില്ല, അപ്പം മെസ്സിക്ക് ഒരെണ്ണം കൊടുക്കേണ്ടത് കൊടുത്തു എന്നുള്ള ഇത്. അപ്പം അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫൈനലിൽ ഫിഫ ഡെഫിനറ്റ്ലി ആ ഒരു അവാർഡ് അവിടെ മെസ്സിക്ക് കൊടുക്കാതെ റോഡ്രിക്ക് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് ദ ഗോൾഡൻ ബൂട്ട്, ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ ഒരു അവാർഡ്. ഓക്കെ, സോ ഇവിടെയും എനിക്ക് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ബിക്കോസ് കിലിയൻ എംബാപ്പെ, ഓക്കെ, ഹി വാസ് നോക്ക്ഡ് ഔട്ട് ഓഫ് ദി ടൂർണമെന്റ്. ഒരു ടൂർണമെന്റിൽ കളിച്ച് പുറത്തായി പോയ ടീമാണ്. ഓക്കെ, അന്ന് പുറത്താകുന്ന സമയത്ത് 8 ഗോളും 4 അസിസ്റ്റുമായിട്ടാണ് നിന്നത്. സെയിം വിത്ത് മെസ്സി അല്ലേ. അപ്പോൾ കളിച്ച് തോറ്റ് പുറത്തായി പോയ ഒരു പ്ലെയർ പിന്നീട് ഒരു ഷോ മാച്ച് കളിക്കാൻ വേണ്ടി വരുന്നു. ആ തേർഡ് പൊസിഷൻ കളിക്കാന്ന് പറഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. ജസ്റ്റ് തേർഡ് പൊസിഷൻ ആരാ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം മാത്രമാണ്. ഓക്കെ, ഇവിടെ ഇപ്പം മെസ്സി കിട്ടാതിരുന്നതിനുള്ള കാര്യങ്ങൾ കൊണ്ടല്ല പറഞ്ഞത്. ഇതിപ്പം ഇനി അങ്ങോട്ടേക്കുള്ള ഫ്യൂച്ചർ ടൂർണമെന്റ്സ് വേൾഡ് കപ്സ് വരുമ്പോൾ മേ ബി അത് ചിന്തിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. മേ ബി ഇങ്ങനത്തെ ഒരു ടൈപ്പ് വന്നുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത പല ആൾക്കാരിലേക്ക് വരുന്നത്. ബിക്കോസ് അത് നിങ്ങൾ ജെന്യുവനായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു കളി തോറ്റ് ഒരു ടീം നോക്കൗട്ടായിട്ട് പുറത്തു പോകുന്നു. ഓക്കെ, അവർക്ക് ഇനിയിപ്പം ഒരു പ്രസക്തിയില്ല. അങ്ങനെ പുറത്തു പോയൊരു ടീമിലെ ഒരു പ്ലെയർ തിരിച്ച് ഒരു ഷോ മാച്ച് കളിക്കാൻ വേണ്ടി വന്നിട്ട് അതിന് 2 ഗോൾ സ്കോർ ചെയ്യുന്നു, അങ്ങനെ ലീഡ് ചെയ്യുന്നു. ആ പ്ലെയറിന് എങ്ങനെയാ നമ്മൾ ഗോൾഡൻ അല്ലെങ്കിൽ ഈ ഗോൾഡൻ ബൂട്ട് അവാർഡ് കൊടുക്കുക? ബിക്കോസ് ഈസ് ഓൾറെഡി ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഡിവിജ്വൽ നമ്പേഴ്സിന് അവിടെ പ്രസക്തി വരുന്നില്ല. ഇതിപ്പോൾ തേർഡ് പൊസിഷൻ, ആ കോൺസലേഷൻ പ്രൈസ് ആർക്ക് കിട്ടണം, പ്രോത്സാഹന സമ്മാനം ആർക്ക് കൊടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് മാത്രമാണ്. അവിടുത്തെ ഗോൾസിനൊന്നും ഒരു പ്രസക്തിയും അവിടെ വരുന്നില്ല. അപ്പം ആൾക്കാർ പറയും ഓക്കെ, എങ്കിൽ പിന്നെ മെസ്സിക്ക് ഫൈനലിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നെങ്കിൽ മെസ്സിക്ക് ആ ബൂട്ട് കിട്ടുമായിരുന്നല്ലേ എന്ന് ചോദിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ മെസ്സി ഫൈനലിൽ ഒരു ഗോൾ സ്കോർ ചെയ്തെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ പോലും ഈ 2 ഗോൾ കിടക്കുന്നത് കൊണ്ട് ഹി വിൽ നെവർ വിൻ ഇറ്റ്. 2 ഗോൾ അടിച്ചാൽ പോലും ഇപ്പം 2 ഗോൾ അടിച്ചിട്ട് അർജന്റീന ജയിച്ചെന്ന് വിചാരിച്ചു, എന്നിരുന്നാൽ പോലും ഹി വിൽ നെവർ വിൻ ഇറ്റ്. ബിക്കോസ് എന്താ, ഇവിടെ 10 ഗോൾ അടിച്ചിട്ട് ലോവർ നമ്പർ ഓഫ് മിനിറ്റ്സ് കളിച്ചിട്ട് ഇവിടെ കിലിയൻ എംബാപ്പെ നിൽക്കുകയാണ്. അപ്പോൾ മെസ്സി ഫൈനലിൽ വന്നിട്ട് ഹാട്രിക് അടിച്ചാൽ മാത്രമേ മെസ്സിക്ക് ആ ഒരു അവാർഡ് കിട്ടൂ എന്നുള്ളൊരു സ്ഥിതിയിലാണ് അവിടെ നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് അതൊരു ലൈക്ക് ഒരു ടോട്ടലി ഒരു തെറ്റായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ബിക്കോസ് ഔട്ടായി പോയി, ടൂർണമെന്റിൽ നോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് സ്റ്റോപ്പ് ചെയ്യപ്പെടണം. സോ അത് നടന്നില്ല.
ഈ രണ്ട് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യമാണ്. ലൈക്ക് ആക്ച്വലി മെസ്സി അത് റോബ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത് കൊടുത്തിരുന്നെങ്കിൽ പോലും ലൈക്ക് എന്താ പറയുക, ആ ഒരു ഇൻഡിവിജ്വൽ നമ്പേഴ്സ് ഒരു പ്ലെയറിന്റെ ഒരു ഗെയിം ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി, ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഗോൾ സ്കോർ ചെയ്യുന്നു. ഓക്കെ, മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പിലെ നമ്പേഴ്സും ഈ വേൾഡ് കപ്പിലെ നമ്പേഴ്സും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പിലെയും കാട്ടി കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്നു, കൂടുതൽ അസിസ്റ്റ് നേടുന്നു, കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാം. 4 വർഷം, കഴിഞ്ഞ വർഷം 35 വയസ്സിൽ ചെയ്ത കാര്യങ്ങൾ, അന്ന് വേൾഡ് കപ്പ് എടുത്തു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ് 39 വയസ്സിൽ ഇതിലും മികച്ച പെർഫോമൻസ്, ഇതിലും മികച്ച നമ്പേഴ്സ് കൊടുത്തിട്ട് ഒരു ടീമിനെ ഒറ്റയ്ക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേൾഡ് ഓഫ് ഫുട്ബോൾ അത് എന്താ പറയുക, മെസ്സിക്ക് അത് കൊടുക്കണമായിരുന്നു. ലൈക്ക് ദേ ഷുഡ് ഹാവ് തോട്ട് ഓക്കെ, ഒരു ഫൈനലിൽ വരെ വന്നു, ഫൈനലിൽ തോറ്റുപോയി, പക്ഷേ അതൊന്നും ആയിരിക്കരുത് ആ ഒരു കാര്യം. ഫൈനലിലും എല്ലാത്തിലും റോഡ്രി പെർഫോമൻസ് ചെയ്തു, പക്ഷേ എന്നിരുന്നാൽ പോലും ലൈക്ക് ഈ ഒരു ഫൈനൽ വരെ എത്തിയ മാൻ ഓഫ് ദ സീരീസ് ആണ്. ഒരു ഗെയിം മാത്രമല്ല, ഒരു ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ആണ്. എത്രയോ ഗെയിംസിൽ റോഡ്രി ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്പേഴ്സ് എടുത്തു വെച്ചാലും, മെസ്സിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്പേഴ്സ് എടുത്തു വെച്ചാലും മെസ്സിയുടെ വെയിറ്റേജ് കൂടുതൽ നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഉള്ള നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അഭിപ്രായം അതാണ്. മെസ്സി വാസ് ഡെഫിനറ്റ്ലി റോബ്ഡ് ഓഫ് ദീസ് ലൈക്ക് 2 ഇൻഡിവിജ്വൽ അവാർഡ്സ്. എന്താ പറയുക, ഗോൾഡൻ ബൂട്ടിന്റെ കാര്യത്തിൽ അത് പിന്നെയും നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ ഗോൾസ് ആണ്. അതിപ്പം ഷോ മാച്ചിലാണെങ്കിൽ പോലും അത് എടുക്കും എന്നുള്ളത്. അത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അവരത് മാറ്റുമായിരിക്കും. പക്ഷേ ആ ഗോൾഡൻ ബോൾ, ഈ മാൻ ഓഫ് ദ ടൂർണമെന്റ്, ഇത്രയും കളി പെർഫോമൻസ്, നമ്മൾ എല്ലാ കളികളിലും മെസ്സി 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 എന്നുള്ള ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അല്ലാതെ എല്ലാ കളികളും റോഡ്രി 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 എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹി വാസ് ദെയർ, ഹി വാസ് ക്രൂഷ്യൽ, മിഡിലിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ, അത് ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊരു ഇൻഡിവിജ്വൽ അവാർഡാണ്. അതിനകത്ത് ഇൻഡിവിജ്വൽ നമ്പേഴ്സ്, അതിന് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് ആ ടീമിനെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തു, ആ ഒരു പൊസിഷനിലേക്ക് ഫൈനൽ വരെ എത്തിക്കുന്നതിൽ എന്തുമാത്രം അത് സഹായിച്ചു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ടത്. സോ I definitely, that's my opinion. Messi was robbed of this golden ball. അത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം? ലൈക്ക് ആത്മാർത്ഥമായിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ടീമിലെ പ്ലെയേഴ്സിൻ്റെ ഇത് കാണും, ആൻഡ് എന്താ പറയുക, ലൈക്ക് ഫേവററ്റ് ടീംസും അത് ഇതൊക്കെ കാണും. അർജന്റീനയോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ മെസ്സിയോടുള്ള വെറുപ്പ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആസ് എ ജെനുവൻ ഫുട്ബോൾ ഫാൻ? ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ക്ലബിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴോ, അല്ലെങ്കിൽ ലൈക്ക് ഈ ഫാക്ടേഴ്സ്, അർജന്റീന മെസ്സി, ഈ ഫാക്ടേഴ്സ് ഒഴിച്ചിട്ട് ഒരു വേറൊരു ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ എന്തായാലും ഇനിയിപ്പം ഇതോടുകൂടി വേൾഡ് കപ്പ് വീഡിയോസ് സംഭവങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയിപ്പം നമ്മുടെ ക്ലബ് ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ഇനി മുമ്പോട്ട് പോവുക. ഓക്കെ, സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ, ബൈ.